എനിക്ക് ശബ്ദമില്ലാതിരുന്ന സമയത്ത് ഞാൻ കട്ടിക്കുട്ടിയതൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ ശബ്ദം തിരിച്ചു വന്ന സ്ഥിതിക്ക് അതെല്ലാം നിങ്ങളോട് ഉറക്കെ ഉറക്കെ വിളിച്ച് പറയണ്ടേ. അതുകൊണ്ട് ബാ നമുക്ക് ആരംഭിക്കാം. ഇത് നമ്മുടെ തിരുവല്ലയിലുള്ള സ്വാമിയുടെ തട്ടുകടയാണ്. സത്യത്തിൽ ആ തട്ടുകടയുടെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി പേരുണ്ടോന്ന് പോലും ഞാൻ ഇന്നേവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി പോകുമ്പോൾ സത്യമായിട്ട് നോക്കി പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് ഇവിടെയുള്ളവർക്കൊക്കെ സ്വാമിയുടെ തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് കൂടി കിട്ടും. ചേട്ടനും അനിയനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവർ ദോശയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാം ബോട്ടി പ്രിയരായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തൊട്ട് കൂട്ടാനായിട്ട് ബോട്ടി ഉണ്ടായിരുന്നു. അത് പോരാനിട്ട് അവിടുത്തെ ചിക്കൻ വരട്ടി നല്ല സൂപ്പറാന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു ചിക്കൻ വരട്ടും കൂടെ ഓർഡർ ചെയ്തു. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞതും ചേട്ടനും അനിയനും ഒരേ ശബ്ദത്തിൽ ഇത് നല്ല വാവായിട്ട് ഒറ്റ പറച്ചില്ല. ഇതിന്റെ എല്ലാ ഇടയിൽ കൂടെ ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ഞാനും ആദ്യം ചിക്കൻ വരട്ട് പൊട്ടിച്ച് പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പൊറോട്ട പൊട്ടിച്ചെടുത്ത് ചിക്കൻ വരട്ടിൽ പരട്ടി അതൊരു പൊറോട്ട ചുരുട്ടാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഫൈനൽ ടച്ചപ്പിന് ടോണിക്കൊരു ബുൾസൈ ഞങ്ങൾക്ക് മൂന്നേർക്കും ഓംലേറ്റ് ശുഭം സന്തോഷായി. എന്താ പറയാൻ പാടില്ല, ഏത് തട്ടുകടയിൽ കയറി എന്തൊക്കെ എങ്ങനെയൊക്കെ വലിച്ചു വാരി കഴിച്ചാലും അത് വന്ന് അവസാനിക്കുന്നത് ഒരു ബുൾസൈയിലോ ഓംലേറ്റിലോ ആയിരിക്കും.